ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് പഞ്ഞി പോലെ ചിക്കൻ കൊഴുക്കട്ട ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, ഗരം മസാലയും കുരുമുളക് പൊടി, ഉപ്പൊക്കെ ഇട്ട് തിരുമ്മി യോജിപ്പിച്ചെടുത്തിട്ട് പാനിൽ വെളിച്ചെണ്ണ വെച്ച് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. പിന്നെ 2 സവാളയും പച്ചമുളകും നല്ലോണം വഴറ്റിയെടുക്കുക. ഉപ്പൊക്കെ പാകത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ക്യാരറ്റും തക്കാളിയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് നല്ലോണം വഴറ്റിയെടുക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എൻ്റെ ചാനലിലുണ്ട്, നിങ്ങൾ കണ്ടു നോക്കണേ. നമ്മുടെ ചിക്കൻ ഇതിലേക്ക് നല്ലോണം ക്രഷ് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സിയിലാണ്. പിന്നെ നമ്മൾ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 3 കപ്പ് ഗോതമ്പ് പൊടിക്ക് 3 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 3 കപ്പ് വെള്ളവും ഉപ്പും 1 ടീസ്പൂണ് നമ്മൾ നെയ്യും ചേർത്തിട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് നമ്മളിത് കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മൊത്തത്തിൽ നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതായി കുഴച്ചെടുക്കാം. ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി കേട്ടോ. കൂടുതൽ നേരം ഒന്നും കുഴച്ചെടുക്കണ്ട. ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി. ഇപ്പോൾ ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട. ഓരോ ഉരുളകളാക്കി എടുക്കുക. നമ്മൾ തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുത്തുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് ഓരോ ഉരുളകളും ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് പരത്തിയെടുത്താലും മതി കേട്ടോ. എന്നിട്ട് നമ്മുടെ മിക്സ് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് കൂട്ടിയെടുക്കുക. എന്നിട്ട് നമുക്ക് കൈവെള്ളയിൽ വെച്ചിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ ആവി കയറ്റിയെടുക്കാം. എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ആയത് നമുക്ക് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റോളൊക്കെ ഒന്ന് ആവി കയറ്റിയാൽ മതി കേട്ടോ. നമ്മുടെ അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.